ടോൾ കൊള്ളയ്ക്കെതിരെ സംസ്ഥാനത്ത് വളരെ വിശാലമായ ജനകീയ പ്രതിഷേധം തന്നെ ഉയർന്നു വരേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിഷയം പരിഗണിക്കുമ്പോൾ ചോദിച്ചത് എന്തിനാണ് 150 രൂപ ടോൾ എന്നാണ്. സുപ്രീം കോടതി അത് ആവശ്യപ്പെടുന്ന രാജ്യത്ത് മറ്റിടങ്ങളിലുള്ള ടോൾ നിരക്കുമായി താരതമ്യം ചെയ്യാൻ കഴിയാത്തൊരു നില കേരളത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലടക്കം അതും മികച്ച റോഡ് സംവിധാനം കൊടുക്കുമ്പോൾ പോലും ഇത്രയധികം ടോൾ ഉണ്ടോ എന്നുള്ളത് സംസ്ഥാന സർക്കാർ പരിശോധിക്കേണ്ടതാണ്. 10,000 കോടി രൂപ ഇതുവരെ പാലിയേക്കരയിൽ മാത്രം പിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അനൌദ്യോഗികമായ കണക്ക്. ഈ ഫാസ്ടാഗൊക്കെ വരുന്നതിന് മുമ്പ് പിരിച്ചതിന് കണക്കുമില്ല, കാണിച്ച ഗുണ്ടായുസത്തിനും കണക്കില്ല എന്നുള്ളതാണ്. ഇതൊക്കെ സംബന്ധിച്ച് വിപുലമായ പരിശോധന നടത്തേണ്ടതുണ്ട്. അതിന് വലിയ തോതിൽ പ്രതിഷേധവും ആവശ്യമുണ്ട്. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ടോൾ പിരിവിനെതിരെ ഹാജരാകാത്തതിൽ ദുരൂഹതയുണ്ട് എന്ന് പാലിയേക്കര ടോൾ പ്ലാസയിലെ ഹർജിക്കാരൻ ഷാജി കോടങ്ങണ്ടത്ത് പറഞ്ഞു. ടോൾ കമ്പനിയെ സംസ്ഥാന സർക്കാർ സഹായിക്കുന്നത് ജനങ്ങളോടുള്ള വഞ്ചനയാണ് എന്നും പരാതിക്കാരൻ. 80% പോലും വർക്ക് പണി പൂർത്തീകരിക്കാതെ, ഈവൻ കുതിര തുരങ്കത്തിന്റെ പണി പൂർത്തീകരിക്കാതെ ടോള് പിരിക്കാൻ ആരംഭിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ കൊടുത്തൊരു ഹർജിയുണ്ട്. ആ ഹർജി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ റൂട്ടിൽ പോലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇപ്പൊ കുറച്ചു നാൾ മുമ്പ് പന്നിയങ്കരയിലെ ലോക്കൽ ആളുകൾക്ക് കൊടുത്ത ഫ്രീ പാസ് നിർത്തലാക്കാൻ പോയപ്പോ ആ കേസിൽ പോലും സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ലോക്കൽ സ്കൂളിലത്തെ ഡ്രൈവർമാർക്ക് പോലും വണ്ടികൾക്ക് പോലും പാസ് വേണം, പൈസ വേണം എന്ന് അവർ നിഷ്കർഷിച്ചപ്പോ ശക്തമായി ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേരളത്തിൽ നടക്കുന്ന ദേശീയപാതയുടെ പണികളുമായി ബന്ധപ്പെട്ടുള്ള കരാറുകാരും ദേശീയപാത അതോറിറ്റിയും സർക്കാരും തമ്മിൽ ഒരു അവിശുദ്ധ ബന്ധമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് സർക്കാർ ഈ സുപ്രീം കോടതിയിൽ അഭിഭാഷകരെ വയ്ക്കാതെ ആ കേസിൽ തർക്കിക്കാതെ ഇരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്.